എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. പ്രസവം എന്നത് സ്ത്രീകൾ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ആ എൻജോയ്മെന്റ് ഇന്ന് ഇല്ലാതെയാക്കിയത് ആശുപത്രികളായിരുന്നു. ആരാടോ തന്നോട് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രസവം എൻജോയ്മെന്റ് ആയിരുന്നു എന്ന്? അതെന്നെ വർത്താനം പറഞ്ഞു വെച്ചു പോയെ. സ്ത്രീകളുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താന്ന് താൻ അറിഞ്ഞിട്ടുണ്ടോ? എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം. സമൂഹത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം ബാധിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഇലക്ഷനിൽ മത്സരിച്ചു. ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യോ ജയിക്കല്ലേ അഖിൽ മാരാർ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾക്ക് താങ്കളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കാൻ സാധിക്കുക? താങ്കൾക്ക് പരമപുച്ഛമാണല്ലോ സ്ത്രീകളോട്. നമ്മൾ ആദ്യം പുറത്തുള്ള സ്ത്രീകളെ ബഹുമാനിക്കണമെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കണം, എന്നാലേ നമുക്ക് പുറത്തുള്ളവരോട് ബഹുമാനം ഉണ്ടാവുള്ളൂ. ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നിന്ന് അതിന്റെ വിജയിയായി പുറത്തു വന്നതിന് ശേഷം നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. പുള്ളിക്കൊരു ധാരണയുണ്ട്, ഈ ഇന്ത്യ മഹാരാജ്യത്തെ പരമോന്നത ബഹുമതിയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എന്തും പറയാം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതിന്റെ ജേതാവ് ആയി എന്നത് അത് അത്ര വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല. തനിക്ക് താണുണ്ടോ? പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. നിനക്ക് പൊലകുളിയും തമാശയിലും ബാധിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ താങ്കൾക്ക് യാതൊരു അധികാരവുമില്ല. തരം ബുദ്ധിശൂന്യമായ അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ദയവായി ശ്രമിക്കണം എന്നൊരു അപേക്ഷ. ഞാൻ പോയിട്ട് നാളെ വരാം.